മഞ്ഞ് നിറഞ്ഞ താഴ്വാരങ്ങളും പുൽമേടുകളും കുന്നിൻ ചെരുവുകളും നീലഗിരി എപ്പോഴും നമ്മളെ മാടി വിളിക്കാറുണ്ട്. ഡിസംബർ ജനുവരി മാസങ്ങളിലെ തണുപ്പുള്ള പകലുകൾ എപ്പോഴും ഇതുവഴിയുള്ള യാത്ര അതിമനോഹരമായി തോന്നാറുണ്ട്. എല്ലാ വർഷത്തെ വെക്കേഷൻ വരുമ്പോഴും ഇതുവഴി മുതുമലൈ ടൈഗർ റിസർവ് കയറി മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര എപ്പോഴും പതിവാണ്. പക്ഷെ ഇത്തവണ പ്രത്യേകതയുണ്ട്. കാര്യം ഇത്ര അടുത്ത് കിടന്നിട്ടും അച്ഛൻ ഇതുവരെ ഊട്ടി കണ്ടിട്ടില്ല. അപ്പം എന്തായാലും ഇത്തവണത്തെ യാത്ര അച്ഛനെയും അമ്മയും എല്ലാ ഫാമിലിയും കൂട്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള യാത്രയാണിത്. 2 ദിവസത്തെ ഊട്ടി യാത്ര. അപ്പോൾ എന്തായാലും ഇത്തവണ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ പാതയിലൂടെയാണ് ഊട്ടിയിലേക്കുള്ള യാത്ര. ഇവിടുന്ന് 68 കിലോമീറ്ററുകളുണ്ട്. പോകുന്ന വഴികളൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നുള്ള ആഗ്രഹത്തിൽ ഇറങ്ങിയതാണ്. അവിടെയായി കുറേ മാൻകൂട്ടങ്ങളും മയിലുകളും കുരങ്ങന്മാരെയും ഒക്കെ കണ്ടു. ആന എപ്പോഴും ഒരു വീക്ക്നെസ് ആയിരുന്നു. പക്ഷേ ഇത്തവണ ആനയൊന്നും കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു നിരാശയുണ്ട്. പൊതുവെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത്തവണ വന്യമൃഗങ്ങൾ പൊതുവെ കുറവായിരുന്നു. ഇവിടെ വന്നാൽ എപ്പോഴും ഇറങ്ങാറുള്ള മോയാർ നദിയാണിത്. ഇവിടെ മുതലയുണ്ട്, ഇറങ്ങരുത് എന്ന് ബോർഡ് പിന്നീടാണ് കണ്ടത്. അതിനുശേഷം വല്ലപ്പോഴൊക്കെ ഇവിടെ ഇറങ്ങാറുള്ളൂ. മോയാർ നദിയും കഴിഞ്ഞ് മസനഗുഡിയിലേക്കുള്ള പാതയിലാണിത്. എപ്പോഴും മസനഗുഡി എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടുന്ന് ജീപ്പ് സഫാരി എല്ലാം അവൈലബിൾ ആണ്. 1200 1300 രൂപ വെച്ച് കിട്ടാൽ ഇവിടെ 2 സ്ഥലങ്ങളിലേക്ക് ജീപ്പ് സഫാരി ഉണ്ട്. ഇവിടെ നടു റോഡിൽ കയറിയിരുന്ന് അവർ വിളിക്കും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ കണ്ടു പോയി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട്. ഇതാണ് നമ്മുടെ എല്ലാ സമയത്തും ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഈ റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനപാത. ഇവിടെ വെച്ചിട്ട് ഒരുപാട് റീൽസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ റൂട്ടിൽ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വരണം. ഇവിടുന്ന് അങ്ങോട്ട് കൽഹട്ടി ചുരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. 36 ഹെയർ പിന്നുകളാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളത്. ഇതിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഊട്ടിയിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ ഇതുവഴി തമിഴ്നാടിൻ്റെ വണ്ടിയല്ലാതെ ഒരു വണ്ടിയും കയറ്റി വിടത്തില്ല. ഈ ഒരു കൽഹട്ടി ചുരം കയറി പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മസനഗുഡി വഴി കയറിയിട്ട് ഊട്ടിയിലേക്ക് പോകണം. തിരിച്ച് ഇങ്ങോട്ട് തമിഴ്നാടിൻ്റെ പ്രാദേശിക വണ്ടികൾ മാത്രമേ പോലീസ് കയറ്റി വിടുള്ളൂ. കാര്യം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ചെറിയ നാനോ ചുരമാണിത്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിലൊക്കെ പലപ്പോഴും ഇവിടെ ഒരുപാട് ആക്സിഡൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങി. കൽഹട്ടി ചുരം 36 ഹെയർ പിന്നുകളും കയറി ഇറങ്ങുകയാണ്. അങ്ങനെ ഊട്ടിയുടെ താഴ്വാരങ്ങളിലേക്കെത്തി. ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു മനോഹരമായ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലൂടെയായിരുന്നു ആദ്യം വിചാരിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് വണ്ടി നിർത്തിയത്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഊട്ടിയിൽ ചെറിയ ചെറിയ സ്ഥിരം കണ്ടിട്ടുള്ള തേയിലത്തോട്ടങ്ങളും ഒക്കെ കണ്ടുകൊണ്ടുള്ള യാത്രയായിരുന്നു ഇത്. ഇവിടെ നോക്കിയാൽ ഊട്ടി നഗരം മനോഹരമായിട്ട് കാണാം. ഇവിടുത്തെ ഒരു ടീ ഫാക്ടറിയിൽ കയറി 2 ചായയൊക്കെ കുടിച്ചു. അതിൻ്റെ ഉള്ളൊന്നും കാണിക്കുന്നില്ല. ഇവിടുത്തെ വീടുകൾ നോക്കുക നിങ്ങൾ, എത്ര നാരോ എഡ്ജിലാണ് ഓരോ വീടുകളും നിൽക്കുന്നതെന്ന്. പണ്ട് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഹൈ റേഞ്ചുകളിലെ എല്ലാ വീടുകളും ഇങ്ങനെ തന്നെ ആയിരിക്കും. എത്ര ബുദ്ധിമുട്ടിയാണല്ലേ ഇവിടുത്തെ ജീവിതം ഓരോന്നും ദുഷ്കരമാകുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എത്ര ഭാഗ്യവന്മാരാണെന്നുള്ളത്. ഹൈ റേഞ്ചിലെ ലൈഫ് ഇങ്ങനെയാവും. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണമാണ് നല്ല ബിരിയാണിയൊക്കെ. ഇവിടെ താമസ സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഊട്ടി ടൗണിനകത്ത് തന്നെയാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടുന്ന് നേരിട്ട് കാണാം. ചുറ്റുവട്ടത്തും നല്ല കൃഷിയിടങ്ങളുണ്ട്. ക്യാരറ്റും ക്യാബേജും ഒക്കെ കൃഷി ചെയ്യുകയാണ്. നേരെ കാണുന്ന അവിടെയാണ് ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ. അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ റൂം. ചെറിയ റൂമാണ്. ഇവിടെ നോക്കിയാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരു ലഞ്ച് ടൈം ഇവിടെ ആക്കി. പുലർച്ചെ ഇറങ്ങിയതാണ്. ഇന്നലെ തന്നെ എന്തായാലും നേരത്തെ ബിരിയാണിയൊക്കെ രാത്രി ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഫാമിലിയൊക്കെ കൂടുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കഴിക്കുന്നതൊക്കെ ഒരു മനോഹരമായ ഒരു രസമാണല്ലോ. അതുകൊണ്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പോകുന്നത്.
വൈകുന്നേരം ഒരു 3 മണിയായപ്പോൾ നമ്മൾ വീണ്ടും ഇവിടുന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി. ഊട്ടിയുടെ ചെറിയ നഗരപ്രദേശങ്ങളിലൂടെയാണ് യാത്ര. ചുറ്റുവട്ടവും കാണാം. ഇവിടുത്തെ ഗ്രാമവാസികൾ ജോലികൾ കഴിയുന്നുണ്ട്. പലപ്പോഴും കൃഷിയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ടൂറിസം വളരെ വലിയൊരു ഭാഗമാണ്. ഹൈ റേഞ്ചുകളിലേക്കൊക്കെ പോകുമ്പം ഇതുപോലെയുള്ള മലഞ്ചെരുവിലുള്ള ചെറിയ ചെറിയ പാതകളൊക്കെ കണ്ട് നല്ല യാത്രകൾ നമുക്ക് മനസ്സ് കുളിരിക്കും. ഇതിലൂടെ വനപാതകളാണെങ്കിലും വളരെ മനോഹരമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് കാണുമ്പോൾ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നാം ഇത് എങ്ങോട്ടാണ് ഈ പോക്കുന്നല്ലേ. ഈവനിങ്ങിൽ അവലാഞ്ചി കാണാൻ പോവുകയാണ്. അവലാഞ്ചി ലേക്ക്, അവലാഞ്ചിയുടെ ഫോറസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. ഈവനിങ് 4 മണിക്കാണ് പോകുന്ന വഴികൾ ഇതുപോലെയുള്ള തേയിലത്തോട്ടങ്ങളും കുന്നിൻ ചെരുവുകളും കൃഷിത്തോട്ടങ്ങളും ഒക്കെ കണ്ട് ഒരു കാട്ടുവഴിയുടെ ഒരു യാത്രയായിരുന്നു ഇത്. എത്തുന്നതിന് മുമ്പോടെയായിട്ട് ഒരു ചെറിയ ചെക്ക് പോസ്റ്റും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസും ഒക്കെ ഉണ്ട്. അവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലോട്ട് പോകാൻ. 5 മണി ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രവേശനമില്ല, തിരിച്ചിറങ്ങണം. കാര്യം അത്രയ്ക്കും ഭീകരമായിട്ടുള്ള കാടുകളാണെന്ന് എന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും അവലാഞ്ചി കേട്ടിട്ടുള്ളൂ. എപ്പോഴെങ്കിലും അവലാഞ്ചി പോകണം, സ്റ്റേ ചെയ്യണം എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്തവണ പോയതും ഇതുപോലെയാണ്. ഈ പറഞ്ഞ പോലെ അച്ഛനൊന്നും കാണാത്തത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്ഥലങ്ങൾ കാണുക പോരുക എന്നുള്ളതായിരുന്നു. അവിടുത്തെ നാച്ചുറും മറ്റുള്ള സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഊട്ടി യാത്രയായിരുന്നു ഇത്. ആദ്യമായിട്ട് ഊട്ടി പോകുന്നവർക്ക് അല്ലെങ്കിൽ പോയിട്ടില്ലാത്തവർക്ക് അറിയാം ഊട്ടിയിൽ എന്തൊക്കെയുണ്ട്. സ്ഥിരം പോകുന്ന സ്ഥലങ്ങളൊക്കെ മറ്റുള്ളവർ കാണുക, അത് കണ്ടു പോരുക എന്നുള്ളതാണ്. അവിടുത്തെ ഒരു യാത്രയും അവിടുത്തെ ഒരു സ്റ്റേയും ഒക്കെ വ്യത്യസ്തമാണ് എന്ന് എനിക്കറിയാം. ഞാൻ പലപ്പോഴും അങ്ങനത്തെ സ്ഥലങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഞങ്ങളിവിടെ അവലാഞ്ചി എത്തി. അവലാഞ്ചി വണ്ടി പാർക്ക് ചെയ്തു. ആരും വലിയ തിരക്കുണ്ടായില്ല. ഈവനിങ് ആയതുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു പ്രകൃതി ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പഴയ ഫോറസ്റ്റ് ഓഫീസ് പോലെയുള്ള ചില കെട്ടിടങ്ങൾ ബ്രിട്ടീഷുകാർ പണിതായിരിക്കും. ഇവിടുത്തെ കെട്ടിടങ്ങൾക്ക് തന്നെ പലപ്പോഴും മനോഹരമാണ്. അതുപോലെയാണ് നീലഗിരിയുടെ ആകാശവും ഈ പച്ചപ്പും കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന ഭംഗി ഒരിക്കലും നമ്മൾക്ക് മറക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് വിസ്മയിപ്പിക്കുന്ന പല ചെടികളെയും നമുക്കിവിടെ കാണാം. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എല്ലാം എത്ര കണ്ടാലും എത്ര വിവരിച്ചാലും മതി വരില്ല. ഇതാണ് അവലാഞ്ചിയിലെ പൈൻ ഫോറസ്റ്റ്. ഈ പൈൻ ഫോറസ്റ്റിലൂടെയുള്ള യാത്രയും നടത്തവും ഒക്കെ ഭയങ്കര ഫീലിംഗ് ആണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല. എനിക്കിവിടെ കുറേ നേരം ഇരുന്നിട്ട് മതിയായില്ല. ഇവിടെ ചെറിയൊരു ലേക്ക് ഉണ്ട്, അവലാഞ്ചി ലേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അവിടേക്ക് ഈ ഫോറസ്റ്റ് പൈൻ മരത്തിൻ്റെ ഉള്ളിലൂടെ നടന്നു വേണം പോവാൻ. കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഈ ഒരു പൈൻ ഫോറസ്റ്റിനകത്ത്. അവിടെ കളിച്ചിരികളൊക്കെ കാണുന്നുണ്ട്. തിരക്ക് വളരെ വലിയ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ കൂടെ നടത്തവും ഇരുത്തവും ഒക്കെ അടിപൊളിയായിരുന്നു. ഇവിടുന്ന് കാണുന്ന ഈ കുന്നിൻ ചെരുവിലൂടെ ഈ ഒരു അരുവി ഒഴുകിപ്പോകുന്നത് കാണാൻ വളരെ വളരെ ഭംഗിയായി തോന്നി. എന്തായാലും ആ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങണമെന്ന് മനോഹരമായി തോന്നിയിരിക്കുമ്പോഴാണ് ഞാൻ ചെല്ലുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ കല്ലിനിടയിലൂടെ കുത്തി ഒലിച്ചു വരുന്ന വെള്ളത്തിൻ്റെ തണുപ്പ് കണ്ടാൽ തന്നെ അറിയാലോ, നമുക്ക് എന്തായാലും ഫ്രീസ് ചെയ്യിപ്പിക്കും. ഓൾറെഡി നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പാണ് ഇവിടെ. തണുത്തിട്ട് വയ്യ. ആക്ച്വലി അവലാഞ്ചി എന്ന സ്ഥലത്താണ്. അവലാഞ്ചി ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ വരുന്നത്. ഒരുപാട് തവണ ആഗ്രഹിച്ചെന്ന് വരണം എന്നുള്ളത്. കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോൾ വിചാരിച്ചാണ്. ഇത്തവണ വന്നപ്പം വൈകുന്നേരം വന്നു കേട്ടോ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇവിടെ ജീപ്പ് റൈഡ് ഉണ്ട്, 2000 രൂപയാണ്. 8 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ അച്ഛൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഊട്ടിയിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ട്രിപ്പ് ആയതുകൊണ്ട് നമ്മളിതായ അങ്ങനത്തെ സാധാരണ ഒരു സ്ഥലങ്ങൾ മാത്രമേ പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ല, കാരണം കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവലാഞ്ചി എൻ്റെ ഡിസിഷനുമായി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, അത് പൈൻ ഫോറസ്റ്റ് ഉണ്ട്, നമ്മളത്തെ വീഡിയോസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ പറയാൻ വന്നത് ഈ ഒരു പൈനിൽ എന്താ പറയുക, അവലാഞ്ചി ലേക്സിൽ വരുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ തണുപ്പ് ഒരിക്കലും സഹിക്കാനില്ല. ഞാൻ ഒരു 5 മിനിറ്റ് കാലിട്ടുന്നില്ല, 5 മിനിറ്റ് ഇല്ല. പക്ഷെ അപ്പോഴേക്കും എന്തായോ ഫ്രീസായി പോയിട്ടോ. ഒരു ഭയങ്കര ഒരു ഫീൽ കേട്ടോ. മൊത്തക്കുന്നും കാര്യങ്ങളൊക്കെയാണ്. ഒരു 1 അവർ ജീപ്പ് സഫാരി ഉണ്ട്, 2000 രൂപയാണ്. നല്ല നല്ല ഒരുപാട് ഫ്രെയിമുകളാണ് ഈ ഒരു അവലാഞ്ചി സമ്മാനിച്ചത്. എത്ര വർണ്ണിച്ചാലും
കൊതിതീരാത്ത ഈ ഒരു മനോഹരമായ പ്രകൃതിയാൽ ചുറ്റപ്പെട്ട നീലഗിരി, ആകാശങ്ങൾ, മനോഹരമായ നല്ല ജനങ്ങൾ, ഇവരെയൊക്കെ കണ്ടുകൊണ്ടാണ് അവലാഞ്ചിയിലേക്ക് വന്നത്. ഇനിയും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണമെന്നും ഇവിടുന്ന് ഒരു ജീപ്പ് സഫാരി ഉണ്ട്, 1 മണിക്കൂർ യാത്ര, 1800 രൂപ കൊടുത്താൽ നമ്മൾക്ക് മുകളിലെത്താം. അവലാഞ്ചിയുടെ കുന്നിൽ കയറി കഴിഞ്ഞാൽ അവലാഞ്ചി ടൗൺ മൊത്തം കാണാം. മനോഹരമായിട്ടുള്ള യാത്രയായിരിക്കുമെന്ന് തീർച്ചയാണ്. പക്ഷേ അച്ഛന് എന്തോ കുറച്ച് പേടിയോ അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മ വന്നു. തണുപ്പൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നമായി. അങ്ങനെ ഞങ്ങൾ അവിടെ അങ്ങോട്ട് പോയില്ല. എന്തായാലും അവലാഞ്ചിയോട് കൂടി ഞങ്ങൾ ഇന്നത്തെ ഈ ദിവസം ഇവിടെ പറയാമോ എന്ന് വിചാരിച്ചു. നാളെ കോടനാട് പോയി സൂര്യോദയം കാണണം. അപ്പം തിരിച്ചിറങ്ങുകയാണ്. പോകുന്ന വഴിയിൽ കൃഷിത്തോട്ടങ്ങളും കൃഷിക്കാരും ഒക്കെ അവരുടെ ചെകിലകൾ പറിച്ച് നൽകുന്നുണ്ട്. ക്യാരറ്റുകൾ വണ്ടിയിൽ കയറ്റുന്നുണ്ട്. അതും കണ്ടുകൊണ്ട് ഇങ്ങനെ ഊട്ടിയുടെ ഞങ്ങളുടെ താമസ സ്ഥലത്തിലേക്ക് തിരിച്ചു പോവുകയാണ്.